ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഷാനോസ് ടോക്സിക്കിന്റെ റിവ്യൂ പറയാമെന്നാണ്. 6 മണിക്കുള്ള ഫസ്റ്റ് ഷോ ആണ് കണ്ടത്. നമ്മുടെ യാഷണ്ണൻ നായകനായ ഗീതു മോഹൻദാസ് ഡയറക്ട് ചെയ്ത ടോക്സിക് പടം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഹാഫിലാണെങ്കിൽ കഥയില്ല, ആകെ ഉള്ളത് കുറച്ച് തുണ്ടാണ്. സെക്കൻഡ് ഹാഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഥയില്ല, തുണ്ടുമില്ല. പിന്നെ എന്താണ് പടത്തിലുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറെ വെടിവെപ്പും വെട്ടും കുത്തും തല വെട്ടിക്കളയലും. ടോക്സിക് ഫെയറി ടെയിൽ ഫോർ അഡൽസ്. മൈര് ഫെയറി ടെയിൽ കാർട്ടൂൺ ഉണ്ടല്ലോ, ഇതിനെക്കാട്ടി പിന്നും കൊള്ളാം. നല്ലൊരു കഥയില്ല, നല്ലൊരു സോങ് ഇല്ല, നല്ല ഡയറക്ഷൻ ഇല്ല, ഒരുപാട് കാസ്റ്റിങ്. നയൻതാര, യാഷ്, നമ്മുടെ മറ്റേ എസ്രയില അങ്ങേര്, ആളെ മനസ്സിലാക്കണം, കെയ്റ അദ്വാനി, പിന്നെ മറ്റേ കാന്താരയിലെ പെണ്ണ്, ഇങ്ങനെ കുറെ ടീംസുകൾ, പിന്നെ കുറെ പോർച്ചുഗീസുകാരന്മാര്, എന്നിട്ട് കുറെ പഴയ കാഡിലാക്ക് കാറ്, പിന്നെ ഇഷ്ടംപോലെ തോംസൺ ഉണ്ടല്ലോ, മറ്റേ പബ്ജിയിൽ നമ്മളെ തോംസൺ തോക്കില്ലേ, ആ സാധനം, അത് വെച്ചുള്ള വെടിവെപ്പ്, കത്തികുത്ത്. ഫസ്റ്റ് ഹാഫിലാണെങ്കിൽ വെടിവെപ്പ്, തുണ്ട് കളി, വെട്ട് കുത്ത്. കഥ എന്ന് പറഞ്ഞ സാധനം ഇതിനകത്ത് തിരിഞ്ഞേ നോക്കരുത്, നിങ്ങൾക്ക് ഒരു മൈരും മനസ്സിലാവത്തില്ല. എന്തിനാണ് അവർ ഈ കാണിക്കുന്നത്, എന്തിനാണ് അവർ വരുന്നത്, എന്താണ് ഇവര് ചെയ്യുന്നത്, ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഫസ്റ്റ് ഹാഫ് ഫുള്ള് നയൻതാരയുടെ കുറച്ച് ഫെമിനിസ്റ്റ് ഡയലോഗുകൾ, പിന്നെ കുറച്ച് മോട്ടിവേഷണൽ കോട്ട്സും തോട്ട്സും ചേർന്ന കുറച്ച് മിക്സഡ് ഡയലോഗുകൾ, പിന്നെ കണ്ട പെണ്ണുങ്ങളെ മൊത്തം കുത്തലും കളി, ഇത് തന്നെയാണ്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ പറയാനുള്ള കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ഷൻ കൊള്ളാം, വെടിവെപ്പും ഫൈറ്റ് സീനും കാര്യങ്ങളും അതൊക്കെ കൊള്ളാം. സെക്കൻഡ് ഹാഫ് എത്തുമ്പോൾ അതുപോലും ഇല്ല. ക്ലൈമാക്സിൽ എന്തൊരു കാണിക്കുന്നില്ല, അറിയാൻ വയ്യ. ചുരുളി എടുത്തു വെച്ചേക്കണമെന്ന്, ചുരുളി ഒന്നും മനസ്സിലാവുന്നില്ല. ക്ലൈമാക്സ് ഒക്കെ എന്തിന് മൈര് ഒന്നും മനസ്സിലാകത്തില്ല. തുടക്കത്തെ ആദ്യത്തെ സീനും കാര്യങ്ങളും തന്നെ, ആദ്യം മൂവി തുടങ്ങി വരുന്ന സമയത്ത് തന്നെ ഒരു മൈരും മനസ്സിലാവൂല. പിന്നെ ഒന്ന് ഏകദേശം കലങ്ങി വന്നിട്ട് സെക്കൻഡ് ഹാഫ് എത്തുമ്പോൾ വീണ്ടും അതേപോലെ. അത് കഴിഞ്ഞ് ക്ലൈമാക്സ് എത്തുമ്പോൾ ഒരു മൈരും മനസ്സിലാവൂല. ലാസ്റ്റ് ഇങ്ങനെ ആയിരുന്നല്ലേ സംഭവം, ഇങ്ങനെ നമുക്ക് തോന്നും. ഈ ഗീതു മോഹൻദാസ് ചേച്ചിയുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫെമിനിസം അലച്ചുകൊണ്ട് മറ്റേ ഏതെങ്കിലും സംഘടനയെ പോയിന്ന് വായിട്ടല്ലെങ്കിൽ നല്ല, നിങ്ങളെ കൊണ്ട് ഡയറക്ഷൻ ഒന്നും പറ്റത്തില്ല. ഇങ്ങനെയാണ് പടം എടുത്തു വെച്ചേക്കുന്നത്. പിന്നെ യാഷണ്ണന്റെ അടുത്ത് പറയാനുള്ളത്, എന്നാ നിങ്ങൾ ഇതുവരെ KGF കഴിഞ്ഞ് നല്ലൊരു സാധനം ചെയ്യാനുള്ള ലെവലിലോട്ട് ആയിട്ടില്ല. നിങ്ങളെ കൊണ്ട് KGF-ഉം അതിലെ ആ ക്യാരക്ടറും മാത്രം നിങ്ങളെ കൊണ്ട് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ പരിപാടിക്ക് നിങ്ങൾക്ക് നടക്കുമെന്ന് തോന്നില്ല. നിങ്ങളൊരു ഫാസ്റ്റ് ടൈം വീഡിയോസ് കണക്ക് KGF 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞിട്ട് 10-15 ഇറക്കി അതിൽ തന്നെ അഭിനയിച്ചുകൊണ്ടിരിക്കും. നിങ്ങളൊന്ന് മാറ്റി പിടിക്കാൻ നോക്കിയാണ്, പക്ഷെ നടന്നില്ല. KGF കഴിഞ്ഞിട്ട് പിന്നെ കുറെ ഗ്യാപ്പ് വന്നല്ലോ. ഇതാണോ നിങ്ങൾ പടച്ചു വിടുന്നത്? ചെലവാക്കിയ പൈസ പോലും കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. ദയവേത് ഓണത്തിനൊരു ആക്ഷൻ പടം കാണാനായിട്ട് പോവാനായിട്ട് നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദയവേത് ഈ സാമാനത്തിന് പോയി ടിക്കറ്റ് എടുക്കരുത്, വേസ്റ്റ് ആണ്. എന്റെ ഉറക്കവും കളഞ്ഞ് ഞാൻ പോയി കണ്ടാണ്, എന്തോ മൈര് വരുമെന്നും പറഞ്ഞു. ഒരു കോപ്പും വന്നില്ല, ഒരു തേങ്ങയും വന്നില്ല. ദയവേത് ഈ സാധനത്തിന് പോയി ടിക്കറ്റ് എടുക്കില്ല. നിങ്ങൾ ഇതിനെക്കാട്ടിയും ബെറ്റർ ആക്ഷൻ പടം കാണാനായിട്ട് കുറച്ചെങ്കിലും സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെ ഉള്ള രീതിയിൽ കാണാനാണെങ്കിൽ നിങ്ങൾ ഖലീഫ പോയി കാണുക, അതാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെ നെയ്മ്പോളിയുടെ ബത്ലഹേം കുടുംബ യൂണിറ്റ് പോയി കാണും. ടോക്സിക്കിന് ടിക്കറ്റ് എടുക്കല്ലേ, വേസ്റ്റ് ആണ്, പക്ക വേസ്റ്റ് ആണ്. കാരണം ഞാൻ കണ്ടേല്, ഇപ്പൊ ഈ അടുത്ത് കണ്ടേല് വെച്ച് ഏറ്റവും വേസ്റ്റ് പടം. കഥയില്ല, ഡയറക്ഷൻ ഇല്ല, ഒരു തേങ്ങയില്ല, ഒരു മൈലും ഇല്ല, വെറും വേസ്റ്റ് പടം. തുടക്കത്തിൽ ഒരു സീനില് നയൻതാരയും യാഷും കൂടെ ഒക്കെ വരുന്നുണ്ട്, എന്തോ റിവഞ്ച് ഉണ്ടാക്കാനായിട്ട്. എന്തിനാണ് റിവഞ്ച് ഉണ്ടാക്കണേന്ന് അറിഞ്ഞുകൂടാ, കാണുന്നവർക്ക് മനസ്സിലാകത്തില്ല. ആ ബോട്ട് അത് കഴിഞ്ഞിട്ട് എന്തോ പിടിച്ചടക്കാൻ പോകുന്നു, എന്തിനുണ്ടാക്കാൻ പിടിച്ചടക്കുന്ന അവനോട്, അതും പോട്ട്. ചതിച്ചൊക്കെ ഒരുത്തനെയൊക്കെ കൊല്ലാൻ നോക്കുന്നു, എന്തിനുണ്ടാക്കാൻ. അവന്റെ കൂടെ നടക്കുന്ന ഒരു പെണ്ണാണ്, അവള് ചുമ്മാ ഒരു തോക്കെടുത്ത് വെടിവെച്ച് അവനെ അങ്ങ് കൊന്നാ മതി. അതിന് കൊട്ടേഷൻ കൊടുക്കുന്നു വേറെ. അതങ്ങനെ കുറെ തുണ്ട് സീനും വെടിവെപ്പും മയിലും. എന്തിന് വെടിവെക്കുന്നു, ആരെ വെടിവെക്കുന്നു, എങ്ങനെ വെടിവെക്കുന്നു, എന്ത് കാണിക്കുന്നു, ഒരു തേങ്ങയും മനസ്സിലാവുന്നില്ല. കുറെ പഴയ കാഡിലാക്ക് കാർ, മാർക്കോയിൽ ഡിഫൻഡർ എങ്ങനെയാണോ അതേപോലെ കുറെ കാഡിലാക്ക് കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം. എല്ലാ പെമ്പിളരും അങ്ങ് യാഷണ്ണനെ കണ്ടു തന്നെ അങ്ങ് ഊരിക്കളഞ്ഞിട്ട് അങ്ങ് വീഴുകയാണ്. കാണരുത്, ദയവ് ചെയ്ത് പോയി കാണരുത്. നിങ്ങൾ ടൈമും വേസ്റ്റ് ആണ്. ഒരു വിഷ്വൽ ട്രീറ്റ് എന്ന് പറയാനായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അതിനകത്തില്ല. അങ്ങനെ പറയാൻ പോലും ഈ സാധനത്തിനകത്തില്ല. കാരണം
എടുത്തു പറയാനായിട്ട് ഒന്നുമില്ല. ഇതിലെ ആക്ഷൻ സീൻ മാത്രം കൊള്ളാം. അതും ഒരു ബാറിൽ ലേഡീസുമായിട്ടുള്ള ഒരു ആക്ഷൻ സീനുണ്ട്, ലേഡീസ് മാത്രമായിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ട്. ആ സാധനം കൊള്ളാം. ബാക്കി നയൻതാരയ്ക്ക് വലിയ ഉപയോഗമൊന്നുമില്ല, നയൻതാരയുടെ ഡയലോഗുകൾ. പിന്നെ നല്ല രീതിക്ക് ഗീതു മോഹൻദാസിന്റെ ഫെമിനിസവും പിന്നെ നമ്മുടെ ഈ ഇൻസ്റ്റയിലൊക്കെ എഴുത്തുകാരുടെ കോട്സ് സാധനം ഉണ്ടല്ലോ, അതൊക്കെ മിക്സ് ചെയ്താണ് ഡയലോഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ കോട്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന, ഇപ്പൊ ഇൻസ്റ്റയിൽ എന്തെങ്കിലുമൊക്കെ മറ്റേ കോട്സ് എഴുതി പോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി കണ്ടു തന്നെ ഒരു 4-5 ഡയലോഗുകൾ കിട്ടും. അതെടുത്ത് പോസ്റ്റ് ഇടാം. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ എഴുത്തുകാർക്ക് പോസ്റ്റ് ഇടാം, അതേ ഉള്ളൂ. പിന്നെ ഗീതു മോഹൻദാസിന്റെ കുറെ ഫെമിനിസ്റ്റ് ഡയലോഗുകളും. ഇതാണ് മൊത്തത്തിൽ ഓൾറൗണ്ട് പടം. കഥയില്ല, നല്ലൊരു സോങ് ഇല്ല, ഡയറക്ഷൻ വെറും അലമ്പ്, ഒരു ഗൂസ്പമ്പ് മൊമെന്റ് ഇല്ല, ഒരു സീറ്റഡ്ജിങ് പെർഫോമൻസ് ഇല്ല. യാഷിന്റെ പെർഫോമൻസ് വെറും കൂറ. അതിനെക്കാട്ടിയും വെറും കൂറ സ്ക്രിപ്റ്റ്, അതിനെക്കാട്ടിയും വെറും കൂറ എസ്റ്റാബ്ലിഷ്മെന്റ്. ക്ലൈമാക്സിലൊക്കെ CG വെച്ച് ചെയ്യാനുള്ള ഒരു സംഭവമൊക്കെ ഉണ്ട്. CG വെച്ച് ചെയ്യുന്ന ഒരു സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ എന്തിനവിടെ കൊണ്ടുവരുന്നു, എന്തിനി അതിനൂടാ. ഇനി യാഷിന്റെ മോന്റെ ഒരു ക്യാരക്ടർ കാണിക്കുന്നുണ്ട്, ഒരു കൊച്ചു പയ്യന്റെ ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. ആ ക്യാരക്ടറൊക്കെ ചെറുക്കനെ വിളിക്കാനേ അറിയോ, എന്തിനാ ചെറുക്കൻ കിടന്ന് ഇങ്ങനെ കിടന്ന് വിളിക്കണം അവനൂടാ. പിന്നെ മലയാളം ആണ് ഞാൻ കണ്ടത്, തമിഴ് കാണാൻ വയ്യ. കാരണം ഓൾ ഇന്ത്യ ലെവലിൽ ഡബ് ചെയ്ത് പാൻ ഇന്ത്യൻ പടം ആയതുകൊണ്ട് മലയാളം നല്ല ആക്യുറേറ്റ് ഡബിങ് ആയിരിക്കും എന്ന് വിചാരിച്ചു. ഡബിങ്ങിലും കാര്യത്തിലൊന്നും കുഴപ്പമില്ല. പക്ഷേ ചുണ്ടൊരു വഴിക്ക്, സൗണ്ട് വേറൊരു വഴിക്ക്, ഡയലോഗ് വേറെ ഏതോ വഴിക്ക്. ലിപ്സിംഗ് എന്ന് പറഞ്ഞാൽ സാമാനം ഇല്ല ഇതിനകത്ത്. ഇപ്പോ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആക്ഷൻ ഉണ്ട്, കൊള്ളാം, കുഴപ്പമില്ല, കണ്ടിരിക്കാൻ കൊള്ളാം. ആക്ഷൻ കൊറിയോഗ്രാഫി കൊള്ളാം. കഥയില്ല, ഡയറക്ഷൻ ഇല്ല, ഒരു ബാക്കി ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു തേങ്ങയില്ല. ഓണത്തിന് പോയി ഒരു ആക്ഷൻ പടം കാണാമെന്നും പറഞ്ഞ് ഡോണ്ട് എക്സ്പെക്ട് ദ സ്പെക്ടക്കിൾ കോക്സ് ഓഫ് മെൻ എന്നും പറഞ്ഞ് ഗീതു മോഹൻദാസിന്റെ ഡയലോഗും കേട്ടോണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തുപ്പി തൂറി ഇറങ്ങിട്ട് വരും. പിന്നെ വേണമെങ്കിൽ കുറച്ച് തുണ്ട് സീൻ കാണാനായിട്ട് പൊയ്ക്കോ. ഇത്രേ ഉള്ളൂ ടോക്സിക്. ഇതാണ് പടം. ഫസ്റ്റ് ഹാഫ് ഫുള്ള് തുണ്ടും പിടിയപ്പും, കഥയില്ല. സെക്കൻഡ് ഹാഫിൽ തുണ്ടും പിടിയപ്പും പോലും ഇല്ല, കഥയില്ല. ഇത്രേ ഉള്ളൂ ടോക്സിക്കിന്റെ റിവ്യൂ. ചുമ്മാ കൊണ്ടുപോയി പൈസ കളയണോ വേണ്ടെന്ന് നിങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ബൈ.